യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് മിനി ഊട്ടിയിലേക്കാണ് കേട്ടോ. മിനി ഊട്ടി എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിൽ നെടിയുരുപ്പ് കോളനി റോഡിലൂടെയാണ് മിനി ഊട്ടിയിലേക്ക് പോവുക കേട്ടോ. നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ്, ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. റോഡ് പറ്റ മോശം കേട്ടോ, നിങ്ങൾ കണ്ടില്ലേ, കുണ്ടും കുഴിയും നിറഞ്ഞ റോഡായിരുന്നു. ഞങ്ങൾ ആദ്യം പോയത് ഹിൽസ് ലാൻഡിലേക്കാണ് കേട്ടോ. ഹിൽസ് ലാൻഡിലേക്ക് എൻട്രി ഫീസ് 20 രൂപയാണ്, എന്നാൽ ഗ്ലാസ് ബ്രിഡ്ജ് കയറുകയാണെങ്കിൽ 100 രൂപ മതി കേട്ടോ. നല്ലൊരു സ്ഥലമായിരുന്നു ഹിൽസ് ലാൻഡ്. ആർട്ടിഫിഷ്യലായിട്ട് അക്വേറിയം ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. നോക്കൂ, പക്ഷെ അതിൽ ഫിഷൊന്നും ഇല്ല കേട്ടോ. ഞാൻ നോക്കിയിരുന്നു, പക്ഷേ ഫിഷിനൊന്നും ഇട്ടിട്ടില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ്. ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നല്ല വൈബാട്ടോ, പൊള്ളി വൈബായിരുന്നു. ആ പ്രദേശം മൊത്തമായിട്ട് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കാണണം പറ്റും കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു കൂൾ മൈൻഡാക്കി വെക്കും നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയാൽ കേട്ടോ. ഈവനിങ്ങിലായിരിക്കും ഇതിനേക്കാളും രസം ഉണ്ടാവുകയെന്ന് എനിക്ക് തോന്നി. ഇത് ചൂടൊക്കെ ഉണ്ടായിരുന്നു, ഉച്ച സമയത്താണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു പ്ലേസ് തന്നെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് പറയുന്നത്. പക്ഷേ ഈവനിങ്ങിലായാൽ കുറച്ചുകൂടെ വൈബ് കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഇതിലൂടെയൊക്കെ നടന്ന് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. നല്ല എൻജോയ് ചെയ്തു, ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവിടെ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പ്രകൃതി രമണീയതയൊക്കെ നോക്കി നിന്ന് ഞങ്ങൾ പിന്നെ പോയത് ഫിഷ് സ്പാ ചെയ്യാനാണ് കേട്ടോ. അങ്ങനെ ഫിഷ് സ്പാ ചെയ്യാനായിട്ട് പോയി. അപ്പോൾ അവിടുത്തെ ചേച്ചി ഞങ്ങളോട് പറഞ്ഞു, ഒരു കാലിൽ ഒരു വെള്ളത്തിലിടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ ഇട്ടു. പിന്നെ ഫിഷ് ടാങ്കിലേക്ക് കാലിടാൻ പറഞ്ഞു കേട്ടോ. ഞാൻ അങ്ങനെ കാലിട്ടപ്പം കുറേ കുഞ്ഞു കുഞ്ഞു മീനുകൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ അവയെല്ലാം കൂടി വന്നിട്ട് ഞാൻ ഇടുകയാണ് കേട്ടോ. ഫിഷ് ടാങ്കിലേക്ക് കാലിട്ടപ്പം ആദ്യം എനിക്ക് പേടി തോന്നി. പിന്നെ കുഞ്ഞു കുഞ്ഞു മീനല്ലേ, അത് കടിക്കൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കാലിട്ടു. കുറേ കുഞ്ഞു കുഞ്ഞു മീനുകൾ വന്നിട്ട് ഇങ്ങനെ നിന്നപ്പം എനിക്കൊരു ഇക്കിളി ആവുന്ന പോലെയാണ് കേട്ടോ തോന്നിയത്. നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാൻ അത് കൊണ്ട് സഹായമാണെന്ന് ആ ചേച്ചി പറഞ്ഞു കേട്ടോ. പിന്നെ കുറേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ടായിരുന്നു. യന്ത്രഊഞ്ഞാലും വരികയാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ പോയത് പെറ്റ്സ് പാർക്കിലേക്കാണ്. പെറ്റ്സ് പാർക്കിലേക്ക് ഒരു വെള്ള പ്രാവ് പോലെ തോന്നിയിട്ടോ. ഈ കിളിയെ എനിക്ക് പ്രാവ് പോലെ തോന്നി. ഇത് പ്രാവല്ല, കുക്കു എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനും അതും തമ്മിൽ എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടോ എനിക്ക്. കാരണം ഭയങ്കര നമ്മളോട് നല്ല ഇണങ്ങി നിൽക്കുന്നൊരു കിളിയാണെന്ന് തോന്നിയിട്ടോ. ഞാൻ അതിന് തലോടെയൊക്കെ ചെയ്തു. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ കിളിയെ. ഞാൻ ഏട്ടനോട് പറഞ്ഞു ഇതുപോലെ ഒരെണ്ണം നമുക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. കാരണം എനിക്ക് അത്ര ഇഷ്ടമായി. നമ്മളോട് ഇണങ്ങി നമ്മുടെ അടുത്ത് ഒന്നും ചെയ്യാതെ അത് ഭയങ്കര കാമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിന് തലോടിയൊക്കെ ചെയ്തു. പിന്നെ കുറേ നേരം ഞാൻ ഇതിൻ്റെ എടുത്താട്ടോ ടൈം സ്പെൻഡ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ മറയൂന്ത് പോലത്തെ ഒരു സാധനം ഇതിനെ കയ്യിലിട്ട് എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിട്ടോ. ഞാൻ കരയാനൊക്കെ നോക്കി. പിന്നെ ഏട്ടൻ എനിക്ക് ധൈര്യം തന്നപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി. ഞാൻ അതിനെ പിടിച്ചു കേട്ടോ. പിന്നെ പോയത് ഞങ്ങൾ ഒരു തത്ത പോലത്തെ കുറേ നിറത്തിലുള്ള ഒരു തത്ത പോലുള്ള മെക്കോ എന്ന് പറഞ്ഞ കിളിയെ കാണാനാണ് കേട്ടോ. ആ മെക്കോ എന്ന് പറഞ്ഞ കിളി ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് കൊക്കുവിനേക്കാളും ഫ്രണ്ട്ലി ആണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എനിക്ക് കൊക്കുവിനെയാണ് ഇഷ്ടപ്പെട്ട്. മെക്കോനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല വിവിധ നിറത്തിലായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ. 2 ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫിഷ് ടാങ്കിലേക്ക് ഒരു ഫിഷിനുള്ള തീറ്റയൊക്കെ തന്ന് കൈ ഇടിപ്പിച്ചു. അപ്പോൾ കുറേ ഫിഷുകൾ വന്നിട്ട്, പല നിറത്തിലുള്ള ഫിഷുകൾ വന്നിട്ട് കയ്യിൽ ഇങ്ങനെ കൊത്തിയിട്ടു. അപ്പോൾ ഭയങ്കര ഒരു വൈബായിരുന്നു കേട്ടോ. ഇത് ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ. എനിക്ക് മീനുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിനൊക്കെ തൊടാൻ നോക്കി. അങ്ങനെ നന്നായിട്ട് ആസ്വദിച്ചൊരു മൊമെൻ്റായിരുന്നു ഇത്. ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അപ്പം മീനിനെയൊക്കെ കണ്ട് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു. മീൻ കണ്ടില്ല, കുറേ നിറത്തിലുള്ള മീനുകളുണ്ട്. പിന്നെ ഞങ്ങൾ പക്ഷികളുടെ കൂട്ടിലേക്ക് കയറാനാണ് പോയത്. അവിടെ എൻട്രി ഫീസ് 20 രൂപ വേറെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഏട്ടൻ്റെ കയ്യിലാണ് കുറേ കിളികൾ വന്നിരുന്നത്. എൻ്റെ കയ്യിൽ ആകെ 2 വന്നിരുന്നുള്ളൂ. ഏട്ടൻ പറഞ്ഞത് തുറന്ന് പിടിക്കാഞ്ഞിട്ടാണ്. ഞാൻ ഇങ്ങനെ കൈ കുറുക്കി വെച്ചതുകൊണ്ടാണ് കുറച്ച് കിളികൾ മാത്രം വന്നത്. ആ കയ്യിൽ തീറ്റ തന്നിരുന്നു കേട്ടോ അവിടുത്തെ ഏട്ടൻ തീറ്റ തന്നിരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. പെറ്റ്സ് പാർക്കിലേക്ക് 20 രൂപയായിട്ട് 30 രൂപയാണ് എൻട്രി ഫീസ് കേട്ടോ. പിന്നെ ഈ ഓന്ത് പോലുള്ള സാധനത്തിന് എന്താ തീറ്റ കൊടുക്കുന്നതെന്ന് വെച്ചാൽ മത്തൻ ചിരകിയിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കുക കേട്ടോ. അത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലെ കണ്ടോ, അതിൻ്റെ വായിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. മത്തനാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ക്യാബേജ് ആണെന്ന്, പിന്നെ അവർ പറഞ്ഞു മത്തനാണെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നല്ല കാഴ്ചയായിരുന്നു. ഇങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന പോലെ കൊടുക്കുക. ഇവനാണ് ഭയങ്കര വമ്പൻ കേട്ടോ.
അരയിപ്പായ്മ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഫിഷ് ടാങ്കിൽ ഇതിനെ കണ്ടപ്പോൾ എല്ലാ ഫിഷ് ടാങ്കിലും പോയി ഞാൻ കൈയിടുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇതിൽ കൈയിട്ട വിവരം അറിഞ്ഞേനെ കേട്ടോ. ഡോണ്ട് ടച്ച് എന്ന് എഴുതി വെച്ചിരുന്നു. നല്ല അക്രമാസക്തമായ മീനുകളാണിത് കേട്ടോ. ഇവയെ കാണാനും നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് ഇങ്ങനെ ദൂരത്തുനിന്ന് കണ്ടേ ഉള്ളൂ. പിന്നെ പാമ്പുകൾ, വളർത്തുന്ന പാമ്പുകളാണെന്ന് പറഞ്ഞു കേട്ടോ. ഇങ്ങനെ വലിയ പാമ്പുകളായിരുന്നു. പാമ്പിനെനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഏട്ടനെ കൊണ്ടും തൊടിയിപ്പിച്ചില്ല, ഞാനും തൊട്ടില്ല. പിന്നെ ഇതാ ആ പാമ്പിനെ ഫിഷ് ടാങ്കിലേക്ക് ഇടുകയാണ് കേട്ടോ അവർ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി വന്നു. ഞാൻ ആദ്യം കൈയിട്ടത് ഈ ഫിഷ് ടാങ്കിലാണല്ലോ, അപ്പം ആ ഒരു പേടി വന്നു കേട്ടോ. പിന്നെ പറഞ്ഞു അത് ഇപ്പോൾ കൊണ്ടിട്ടതാണ് ആ പാമ്പിനെ കേട്ടോ. അപ്പം ആ മീനുകളെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അവ ഇങ്ങനെ നീന്തി പോകുന്നുണ്ട്. കുറേ പാമ്പുകൾ അവിടെ ഉണ്ട്. പിന്നെ എലികളും അങ്ങനത്തെ ഒരുപാട് ജീവികളുണ്ട് കേട്ടോ. എലികളൊക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. പെറ്റ്സ് പാർക്കിലേക്ക് എൻട്രി ഫീസ് വെറും 30 രൂപയുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കൂട്ടിലേക്ക് കയറാൻ, കിളികളുടെ കൂട്ടിലേക്ക് കയറാൻ വേണ്ടി 20 രൂപയും കൊടുത്തു. പിന്നെ ഇതാ നമ്മുടെ ദേശീയ പക്ഷി എന്നറിയപ്പെടുന്ന ഒട്ടകപ്പക്ഷി ഉണ്ടായിരുന്നു കേട്ടോ. ഒട്ടകപ്പക്ഷീനെ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ കുറേ കുതിരകളും ഉണ്ടായിരുന്നു. കുതിര സവാരിക്ക് 100 രൂപ, 50 രൂപ എന്നിങ്ങനെയായിരുന്നു. പിന്നെ നല്ല വെയിലായതുകൊണ്ട് ഞാൻ ആ സാഹസികത്തിനൊന്നും മുതിർന്നില്ല കേട്ടോ. ഏട്ടൻ പറഞ്ഞു വെയിലൊക്കെ ഇല്ല, വേണ്ട, പിന്നെ വരുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ഒട്ടകപ്പക്ഷീനെ കാണാൻ നല്ല രസമായിരുന്നു. വായ ഇങ്ങനെ തുറന്നുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടകപ്പക്ഷീനെ കാണുന്നത്. പിന്നെ എന്താ കുഞ്ഞു മക്കൾക്കൊക്കെ ഉള്ള തീവണ്ടി ഓടിക്കുന്ന പാളൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മിസ്റ്ററി ലാൻഡിലേക്കാണ് പോയത്. മിസ്റ്ററി ലാൻഡിൽ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം ഉണ്ടായിരുന്നു. അവിടേക്ക് 100 രൂപയായിരുന്നു ഫീസ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആ 100 രൂപ ടിക്കറ്റ് എടുത്തു, അവിടേക്ക് പോയി. നല്ല അമേസിങ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് അവിടെ കണ്ടത് കേട്ടോ. ആദ്യം അതിൻ്റെ എൻട്രിയിലേക്ക് പോകുമ്പോൾ അത്ര വലിയ സംഭവമായിട്ട് തോന്നില്ല. പിന്നെ കുറച്ചുകൂടി ചെല്ലുമ്പം നമുക്ക് ഭയങ്കര വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ നമുക്ക് തോന്നും കേട്ടോ. നമ്മളൊരു വെള്ളത്തിൻ്റെ ഉള്ളിലാണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ നമുക്ക് വരും. ഒരുപാട് ഇനത്തിൽപ്പെട്ട ഫിഷ് അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു ഫിഷും പിന്നെ വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അതിനെ ഡോണ്ട് ടച്ച് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിരുന്നു. പക്ഷേ എനിക്കതിങ്ങനെ ആ ഗ്ലാസ്സിലൊക്കെ ഞാൻ ഇങ്ങനെ തൊട്ട് മീനുകളോട് സംസാരിച്ചൊക്കെ നിന്നു കേട്ടോ. അതൊക്കെ കണ്ടോ, ഓറഞ്ച് നിറത്തിലുള്ള, അപ്പം വിവിധ തരത്തിലുള്ള മീനുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുക. നിങ്ങൾ കാണുന്നില്ല, എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടാൽ തന്നെ അറിയാം. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു കേട്ടോ. എല്ലാവരും പോയി കാണണേ. പിന്നെ ഇതാ മീനുകളോടൊക്കെ സംസാരിച്ചു. ഞാനിതാ എനിക്കിപ്പോൾ ഓരോന്നേ തോന്നിയില്ല. ഞാൻ അതിന് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല, അതൊരു വട്ടായിപ്പോയി. പിന്നെ ഞാൻ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അവിടെ കുറേ വേറെ കപ്പിൾസൊക്കെ കാണാൻ വേണ്ടി വന്നിരുന്നു. അവരും ഇതുപോലെ ആസ്വദിക്കുക തന്നെയാണ്. പിന്നെ ഇതാ വൈറ്റ് മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ട് തിരിച്ചു പോന്നു. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.